അലീനയുടെ ഡാഡിയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കാണണം. ആ ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറയാ, അവരെ വെറുതെ വിടും. അവരുടെ റിലേഷനിൽ നിന്ന് അലീന പിന്തിരിയണം. കഴിഞ്ഞൊക്കെ ഒരു തമാശയെ കണ്ട് അലീന മറക്കണം. എങ്കിൽ മാളുവിനും ജോബിനും അവരുടെ ജീവിതം തിരിച്ചു കിട്ടും. എന്താ അലീനയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സാർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി എനിക്കങ്ങനെ അവരുടെ കണ്ണിലെ കരടായി ആ ബന്ധം നശിപ്പിക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ ഞാൻ പിന്മാറിയാലും ജോബിന് അതിൽ നിന്ന് പിന്മാറുമെന്ന്. ദാറ്റ്സ് നോട്ട് യുവർ കൺസേൺ അലീന. അലീനയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജോബിന് ഈ റിലേഷനിൽ നിന്ന് എപ്പോഴേ വിഡ്രോ ചെയ്താ അതെനിക്കറിയാം. അത് സാറിന് എങ്ങനെ അറിയാം? സാറിനോട് അയാൾ സമ്മതിച്ചോ? എങ്കിലത് പച്ച കള്ളമാണ്. നോ, അത് ഞാൻ വിശ്വസിക്കില്ല. ഓക്കെ, ഞാൻ ജോബിനെ നിർബന്ധപൂർവ്വം പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഞാനായിട്ടല്ല ഡിസ്റ്റർബ് ചെയ്യാനും പോകുന്നില്ല. മാളവികമായിട്ടൊരു ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അയാളിൽ അവകാശം ഉണ്ടെങ്കിൽ പോലും സന്തോഷത്തോടെ ജോബിനെ വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. അവകാശമോ? അതങ്ങനെ അലീനയ്ക്ക് ജോബിന് അവകാശം വരുന്നത്? അയാൾ മാളുവിന്റെ ഹസ്ബൻഡ് അല്ലേ? സോറി സർ, യു ആർ മിസ്റ്റേക്കൺ. മാളവികയുടെ ഭർത്താവാണ് എന്നല്ല പറയേണ്ടത്, മാളവികയുടെ ഭർത്താവായിരുന്നു എന്നതാണ് കുറച്ചും കൂടി ശരിയായിട്ടുള്ള പ്രയോഗം. നോ, നിയമപരമായി അയാൾ ഇപ്പോഴും മാളുവിന്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ എന്തിനാണ് സർ മാളവിക അയാളിൽ നിന്ന് ഡിവോഴ്സിന് ശ്രമിക്കുന്നത്? ശ്രമിക്കുന്നല്ലേ ഉള്ളൂ, അത് കോടതി ഇതുവരെ സ്വീകരിച്ചിട്ടില്ലല്ലോ. സോ ഇപ്പോഴും അവർ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു വാദത്തിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇത് സമ്മതിക്കാം സർ. പക്ഷേ അതുകൊണ്ട് എനിക്കും എന്റെ കുഞ്ഞിന് വഴിയാതാരാവാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ പ്രഗ്നന്റ് ആണ് സർ. എന്താ എന്താ പറഞ്ഞു? അതെ സർ. ഇതിൽ കൂടുതൽ വിശദീകരണമൊന്നും എന്നിൽ നിന്ന് സാർ പ്രതീക്ഷിക്കണ്ട. ഇനി പറ, ഞാനാണോ ജോബിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത് അതോ മാളവികയാണോന്ന്? ഡേസമോ, നിനക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലേ? മണി 1 കഴിഞ്ഞു, കഴിക്കാൻ എടുക്കട്ടെ? അമ്മച്ചി കഴിച്ചോ? ഹാ, ഇത് കൊള്ളാം. നീ ഇങ്ങനെ എത്ര നാളെന്ന് കരുതിയാ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇങ്ങനെ അലങ്കോലപ്പെട്ട് ജീവിക്കാൻ പോകുന്നത്? അസുഖം വെച്ച് നീ ഇങ്ങനെ പട്ടിണി കിടന്നാലേ അതിന്റെ കേട് നിനക്ക് തന്നെയാ. എനിക്ക് നല്ല വിശപ്പില്ലഞ്ഞിട്ടാ അമ്മച്ചി. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ എടുത്ത് കഴിച്ചോളാം. അമ്മച്ചി അവിടെ വിളമ്പി വെച്ചിരുന്നാ മതി. ഓ, വിളമ്പി വെച്ച് നീ ഒന്ന് കഴിക്കുന്നതൊക്കെ കണക്കാ, എനിക്കറിയാം. അതെ, നടപ്പ് വശമുള്ളൊരു കാര്യം ഞാൻ പറയാം. നീ ഇനി വേറൊന്നും ആലോചിക്കണ്ട. ആലോചിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിന്റെ മനസ്സ് നേരെയാവണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരുത്തൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കയറണം. അത് നീ മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നീ എന്തിനാ ഡേസമ്മ അവനെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? നീ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തടത്തോളം കാലം നശിക്കുന്നത് നിന്റെ അവന്റെയും ജീവിതമാ, അത് മറക്കണ്ട. ഒന്നോർത്താ ഞാനും നീയൊക്കെ ഒരു പരിധി വരെ ജീവിച്ചു മടുത്തവരാന്ന് പറയാം. പക്ഷെ അതുപോലല്ല ജോക്കുട്ടന്റെ കാര്യം. അവൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതൊരു കഥയില്ലാത്ത പുസ്തകമാണെന്ന് അവന് തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നിയാ അവന്റെ അമ്മച്ചി എന്ന നിലയില് നീ ഒരു തോൽവിയായിരുന്നു എന്നാ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവന്റെ ജീവിതം ഓർത്തെങ്കിലും നീ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ട ഡേസമ്മ. ഹലോ, ഡേസി. ആ അപ്പു, നീ എവിടെയാ? ഞാൻ വീട്ടിലാ ആൻറ്റി. ആൻറ്റി എന്താ വിളിച്ചേ? അപ്പു, എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്താ ആൻറ്റി?
ജോബിൻ ഇപ്പൊ എവിടെയാ താമസിക്കുന്നതെന്ന് നിനക്കറിയോ? അത് ബൈപ്പാസിലുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിൽ ആൻറ്റി. എന്തു പറ്റി? ഒന്നുമില്ല. എന്താ ടൂറിസ്റ്റ് ഹോമിന്റെ പേര്? പേര് സിറ്റി ടൂറിസ്റ്റ് ഹോം എന്നോ? എന്താ ആൻറ്റി? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെന്തൊക്കെയാ നിന്റെ വിശേഷങ്ങള്? ഒന്നുമില്ല, ഞാൻ വെറുതെ ടെക്സ്റ്റ് വായിക്കായിരുന്നു. ശരി, എന്നാ നിന്റെ പഠിത്തം നടക്കട്ടെ. ഞാൻ വിളിക്കാം കേട്ടോ. സാറിന്റെ ഈ സംശയം ജെന്യൂനാണ്. വീട്ടുകാരുടെ സഹായം തേടാതെ സ്വന്തം ഡിവോഴ്സിന് വേണ്ടി മാളവിക എന്തുകൊണ്ട് ഒറ്റയ്ക്ക് എന്റെ അടുത്ത് നിയമസഹായം തേടി വന്നു എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ചപ്പോ അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. ആ ഉത്തരം എന്നെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മാളവികയോട് പിന്നീട് അതേക്കുറിച്ച് ചോദിക്കാതിരുന്നത്. അതെന്തുകൊണ്ടാണ് ഹിമ? എനിക്കതിന്റെ കാരണമെന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആക്ച്വലി ഈ കേസിൽ മാളവിക പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രണ്ടുപേരിൽ ഒരാൾ എന്റെ റൂംമേറ്റ് ആണ്, ഡോക്ടർ അലീന. സ്വാഭാവികമായും എന്നെപ്പോലെ ഒരാളെ ലീഗൽ എയ്ഡിന് സമീപിക്കുമ്പോൾ അത് ആദ്യം അറിയുന്ന ആളും അലീന തന്നെ ആയിരിക്കുമെന്ന് മാളവികയ്ക്ക് അറിയാം. അതായത് ജോബിനും അലീനയും മാളവികയെ ഒഴിവാക്കുന്നതിന് മുമ്പ് തന്നെ താനായിട്ട് ഈ ബന്ധം ഒഴിവാകുന്നു എന്ന് അലീനയെയും അതുവഴി ജോബിനെയും ധരിപ്പിക്കുക. ഒരുതരം സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് മാളവിക ലക്ഷ്യമിട്ടത്. ഓ, അതിന്റെ പിന്നിൽ ഇങ്ങനൊരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഡിവോഴ്സ് പെറ്റീഷൻ അവള് ശരിക്കും സീരിയസ് ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? അല്ലെന്ന് തോന്നാൻ സാറിന്റെ മുന്നിൽ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, മാളുവിന്റെ ഫ്രണ്ട് അപ്പു തറപ്പിച്ച് പറയുന്നത് ഇങ്ങനൊരു പെറ്റീഷൻ ഫയൽ ചെയ്തെങ്കിലും മാളു ഡിവോഴ്സ് ഉദ്ദേശിക്കുന്നില്ലെന്നാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സർ. കാരണം ജോബിനെ കൊണ്ട് പെറ്റീഷൻ സൈൻ ചെയ്യിപ്പിച്ച് എത്രയും പെട്ടെന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനാണ് ലാസ്റ്റ് മീറ്റിംഗിൽ കൂടി മാളവിക എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പൊ പിന്നെ അതൊരു തമാശ കളിയായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ ശ്രമിക്കുന്നത് മറ്റൊന്നിനാണ്. ജോബിന് ഈ കേസിൽ എത്രത്തോളം നിരപരാധിയാണെന്ന് എനിക്കറിയാം. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് മാളവികയുടെയും ജോബിന്റെ വിവാഹ ജീവിതം തകരരുത് എന്നൊരാഗ്രഹം എനിക്ക് വ്യക്തിപരമായി ഉണ്ട്. ഞാൻ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴും മാളവിക തന്റെ ഈ തീരുമാനത്തിൽ അഡമന്റ് ആണ്. എന്താ ജോബിന്റെ നിലപാട്? പെറ്റീഷൻ സൈൻ ചെയ്യാൻ ജോബിൻ വില്ലിംഗ് ആണ്. പക്ഷെ അതിനു മുമ്പ് മാളവികയോടൊന്ന് നേരിട്ട് സംസാരിക്കണമെന്നാണ് ജോബിൻ പറയുന്നത്. സോറി, ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. വക്കീലിന് വിഷമം വേണ്ട. ഇത്തരം കാര്യങ്ങളൊന്നും മാളു വീട്ടിൽ പറയാറില്ല, അതുകൊണ്ടാ. ഓക്കെ, എനിക്കത് മനസ്സിലാവും സർ. അതുകൊണ്ടാണ് ഞാൻ ഹിസ്റ്ററി ബ്രീഫ് ചെയ്തതും. അല്ല, ഞാൻ ഹിമയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യാമോ? പറയൂ സർ, എന്ത് വേണം? എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഹിമ തൽക്കാലം ഈ കേസ് ഒഴിയുക. മാളുവിന് ഡിവോഴ്സ് വേണമെന്നല്ലേ ഉള്ളൂ. അത് ഞാൻ വേറെ ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കൂടി ടേക്കപ്പ് ചെയ്യിച്ചോളാം. എന്തിനാണ് സർ അങ്ങനെ ഒരു നീക്കം? എനിക്ക് മനസ്സിലാവുന്നില്ല. തുറന്നു പറയാലോ, മാളുവിന്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയില്ല. ഹിമയോട് പേഴ്സണലി ഒരു അടുപ്പമുണ്ടെന്നുള്ളത് ഓക്കെ. അതുകൊണ്ട് തന്നെ മാളുവിന് ഇഷ്ടമുള്ള രീതിയിൽ ഈ കേസ് കൊണ്ടുപോകാം. ഒരു ഡിവോഴ്സാണ് അവള് സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് സ്വാധീനമുള്ള ഒരു വക്കീലിനെ കൊണ്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്യാം. കേസ് ഒഴിയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സർ, ഒരു പ്രശ്നമുണ്ട്. മാളവിക നേരിട്ടാണ് ഈ കേസുമായി എന്റെ മുന്നിൽ എത്തുന്നത്. സോ എന്റെ ക്ലയന്റ് പറയാതെ ഞാനത് ഒഴിയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ നമ്മുടെ പ്രൊഫഷനോട് ഒരു നീതി കാണിക്കണ്ടേ? സോറി, ചോദിച്ചത് തെറ്റാണെങ്കിൽ ഹിമ ക്ഷമിക്കുക. ഞാൻ മാളുവിന്റെ മനസ്സെന്താന്നറിയാനാ ഇങ്ങനൊരു നീക്കം. യെസ്, ഐ നോ ഇറ്റ്. എന്തായാലും ഞാൻ മാളവികയോടൊന്ന് സംസാരിക്കട്ടെ. സർ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കാം. ഓക്കെ, താങ്ക് യു. പോട്ടെ അപ്പോ. അപ്പോന്റെ ഭാഗത്തുനിന്നും ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തല്ലോ. അതൊന്നും വേണ്ട രീതിയിൽ വർക്കൗട്ടായില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാ അപ്പോ. നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാവുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ ശ്രമിച്ചു, നടന്നില്ല. അതിനെ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. എടുത്ത എഫേർട്ട് പാഴായി പോയത് പോട്ടെന്ന് വെക്കാം സർ. പക്ഷെ എന്നെ ഏറെ വേദനിപ്പിച്ചത്
ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാ. ഇവൻ മാള് പോലും. ഞങ്ങളുടെ റിലേഷനെ പറ്റി സ്വന്തം വീട്ടുകാർക്കുള്ള സംശയം മാറ്റാൻ അവളൊന്ന് മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും വഷളാവില്ലായിരുന്നു. കേട്ടെടുത്തോളം മാളു അതിന് ശ്രമിക്കില്ല അപ്പോ. കാരണം ഇപ്പൊ ഈ പുകമറ മാളുവിന് ആവശ്യമാണ്. വീട്ടുകാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അപ്പു കരുതുന്ന പോലെ ജോബിനെ നന്നാക്കിയെടുക്കുക എന്ന ഉദ്ദേശമാണ് മാളുവിനെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാവാൻ ആ കുട്ടി അവസരമൊരുക്കില്ലായിരുന്നു. സാറിന്റെ ഈ സംശയം വിപിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പാ സാർ, മാളുവിന് ഡോക്ടർ ജോബിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. ആ കുട്ടിയിൽ നിന്ന് സൂചന എന്തെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സൂചനയും മാളു എനിക്ക് പോലും തന്നിട്ടില്ല. എങ്കിലും അവളുടെ സ്വഭാവം അറിയാവുന്നോണ്ടാ ഞാൻ അങ്ങനെ ഒരു ഗസ്സിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം അവൾ അയാളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊരു കീ പോയിന്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ചില കേസുകൾ എനിക്കറിയാം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ തന്നെ പിന്നീട് ഏറ്റവും കൂടുതൽ വെറുക്കാനും ചിലർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ നശിപ്പിക്കാൻ ചില ക്രൈം വരെ കമ്മിറ്റ് ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം മാളുവും അതിന്റെ ചെറിയൊരു വേഷനാണെന്ന് തോന്നുന്നു. വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് വേണമെങ്കിൽ ഒരു സെൻസിൽ ഒരു ചെറിയ ക്രൈമായി തന്നെ എടുക്കാം. അതുപോട്ടെ, ഇനി എന്താണ് അപ്പൻ്റെ പ്ലാൻ? എന്ത് വേണമെന്ന് എനിക്കൊരു പിടിയില്ല സർ. ഇനി മാളുവിന്റെ കാര്യത്തിൽ ഇടപെടാൻ അങ്കിളും ആൻറ്റി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ ഡയറക്റ്റായി തന്നെ അവർ പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ഇനി ഞാൻ ആ കേസിൽ ഇടപെടണ്ടെന്നാ ബിപിയുടെ അമ്മയുടെ ഒക്കെ നിലപാട്. ഞാൻ ആ കാര്യത്തിൽ പണിക്കർ സാറിന്റെ കൂടെയാണ്. അപ്പോൾ നമ്മുടെ പ്രസൻസ് ഒരാളുടെ ജീവിതത്തിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളൊരു അകലം പാലിക്കുന്നതാവും നല്ലത്. അതറിയാഞ്ഞിട്ടല്ല സർ, പക്ഷേ മാളുവിന്റെ ലൈഫിൽ ഇനിയൊരു ട്രാജഡി ഉണ്ടാവരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. യെസ്, ഓഫ് കോഴ്സ്. അപ്പുവിന്റെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷേ അപ്പുവിന്റെ ആത്മാർത്ഥത കൊണ്ട് മാളുവിന്റെ ലൈഫിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നീട് ഒരു കുറ്റബോധത്തിന് കാരണമാവില്ലേ? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ അപ്പുവിന്റെ ഇഷ്ടം. ഞാൻ വേണമെങ്കിൽ ആ കുട്ടിയുടെ പേരൻസിനെ കണ്ട് സംസാരിക്കാം. ഒന്നുമില്ലെങ്കിലും അപ്പുവിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണയെങ്കിലും മാറി കിട്ടിയേക്കും. വേണ്ട സർ, അതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഡെയ്സി ആൻറ്റിയും മോനും തമ്മിൽ ഒരു മഞ്ഞൊരുക്കത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരുടെ പിണക്കം മാറിയ മാളുവിൻ്റെ കാര്യത്തിൽ പിന്നെയും എവിടെയോ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള പോലെ തോന്നുന്നു. നോക്കാം. നല്ലതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പൊ വേറെന്ത് പറയാനാ? അല്ല, സാറിൻ്റെ പോക്കിൻ്റെ കാര്യം എന്തായി? തീരുമാനം വല്ലതും എടുത്തോ? അത് ഏകദേശം ഉറച്ച മട്ടാപ്പു. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടെ നടത്തുന്നുണ്ട്. അത് സക്സസ് ആയാൽ കുറച്ചു കാലം ഡൽഹി ബേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പോകുന്ന കാര്യം ഞങ്ങളെയൊക്കെ അറിയിക്കുമല്ലോ അല്ലേ? അതോ കല്യാണം പോലെ രഹസ്യമാക്കി വെക്കാനാണോ സാറിൻ്റെ തീരുമാനം? നോ, നെവർ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിനു മുമ്പ് അപ്പുവിനെ കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് യാത്രയുള്ളൂ. ശരി അപ്പോ, താൻ സമാധാനമായിട്ടിരിക്കേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ശരി സർ, താങ്ക് യു. എന്താ വി പി, എന്താ പ്രശ്നം? എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഗീത, നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല കാര്യങ്ങൾ. അറിഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ജോബിൻ്റെയും മാളുവിൻ്റെയും ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചൊന്നല്ല ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നു. വി പി, കാര്യം എന്താന്ന് പറ. എന്താ ഇപ്പൊ ഉണ്ടായത്? ഞാനിന്ന് ആ കുട്ടിയെ കണ്ടിരുന്നു, അലീനെ. എന്താ അവള് പറയുന്നത്? ജോബിനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്ന് തന്നെയാണോ? അവള് തയ്യാറാ. അവള് പറഞ്ഞ സത്യമാണെങ്കിൽ നമുക്കോ ഡെയ്സിക്കോ അവളോട് പിന്മാറാൻ ആവശ്യപ്പെടാൻ ഒരു റൈറ്റ്സും ഇല്ല ഗീത. അതെന്താ അങ്ങനെ? ആ കുട്ടി ക്യാരിങ് ആണ്. എന്റെ ദൈവമേ, വി പി സത്യമാണോ പറയുന്നത്? എന്നോട് അവരങ്ങനെ പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ ഗീത, ഡിവോഴ്സിന് ഒരുങ്ങുന്നൊരു ഭാര്യയേക്കാൾ അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്കല്ലേ ജോബിനിൽ കൂടുതൽ അവകാശം? സത്യമല്ലേ ഗീത?
ഒരു ഭാഗത്ത് അയാളിൽ നിന്നും വിവാഹമോചനം നേടാൻ ആഗ്രഹിക്കുന്ന മാളും, മറുഭാഗത്ത് അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചെന്ന് അവകാശപ്പെടുന്നൊരു സ്ത്രീ. ന്യായത്തിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അലീനയ്ക്കാണ് ഇപ്പൊ ജോബിൽ കൂടുതൽ അവകാശം. എന്റെ ഈശ്വര, ഇതൊക്കെ ഇപ്പോ ഡേസി, മുരളി, അശ്വതിയൊക്കെ അറിയുമ്പോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സംഭവിക്കാൻ പോകുന്നത് വ്യക്തമല്ലേ? ഇനി ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച പോലെ മാളുവും ജോബിനുമായി ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല. അത് ഉറപ്പാ. മാളുവിന് ചിലപ്പോ ഒരുപക്ഷെ റിക്കവർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് മുരളിയുടെ അശ്വതിയുടെയും കാര്യമാണ്. എല്ലാം മാളുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് ആകെയുള്ള മകളുടെ ജീവിതം എങ്ങനെയായെന്ന് അറിയുമ്പോൾ എങ്ങനെയാ ഗീത ഒരു അച്ഛനമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുക? അവരെ വിവരം അറിയിക്കണ്ടേ വി പി? നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് അറിയിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പക്ഷെ വയ്യടോ, എനിക്കിതൊന്നും ചെന്ന് മുരളിയോടും അശ്വതിയോടും പറയാൻ വയ്യ. വരട്ടെ വി പി. ആദ്യം അലീന പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണം. വി പിക്ക് ജോബിനോട് ഇക്കാര്യം സംസാരിച്ചൂടെ? അത് വേണോ ഗീത? അയാളോട് ഞാൻ എങ്ങനെയാ ഇതൊക്കെ സത്യമാണെന്ന് അന്വേഷിക്കുന്നത്? അന്വേഷിക്കണം. അന്വേഷിക്കാതെ പറ്റില്ലല്ലോ. ആ കുട്ടിയെ അങ്ങനെ അങ്ങ് വിശ്വാസത്തിലെടുക്കുന്നതും അബദ്ധമാ. ആരാ ജോണി അലേടി? അറിയില്ല സാർ. നമ്മുടെ 209 ജോബിൻ ഡോക്ടറെ തിരക്കി വന്നതാ. കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഡോക്ടർ റൂമിലില്ലേ? ഇല്ല, രാവിലെ ഇവിടെ പോയതാ. വന്നിട്ട് കണ്ടോളാന്ന് പറഞ്ഞിരിക്കുക അവര്. ശരി. എക്സ്ക്യൂസ് മീ മാഡം, ജോബിൻ ഡോക്ടർ അന്വേഷിച്ചു വന്നാണല്ലേ? അതെ, ആളിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഡോക്ടർ രാവിലെ പുറത്തെങ്ങോട്ടോ പോയതാ. എപ്പോ വരുമെന്ന് മാഡത്തിനൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വേണ്ട, വന്നിട്ട് കണ്ടോളാം. എന്താ മാഡം, പ്രത്യേകിച്ച് കാര്യമുണ്ടോ? അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. 207 ഡോക്ടർ ഒന്ന് കണക്ട് ചെയ്യ്. ഇപ്പൊ ചെയ്യാം സാർ. കിട്ടുന്നില്ല സാർ. ഡോക്ടർ വിളിച്ചിട്ട് കിട്ടുന്നില്ല മാഡം. ഇനി എപ്പോ വരുമെന്ന് അറിയില്ല കേട്ടോ. മാഡം കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ഡോക്ടർ വരുമ്പോ എന്തെങ്കിലും പറയണോ? വേണ്ട, ഇനിയൊരു ദിവസം വന്ന് കണ്ടോളാം. ശരി. അച്ഛാ, എന്താ? അച്ഛനെ അഡ്വക്കേറ്റ് ഹിമയെ കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു. ഹിമയെ കാണാൻ പോകുന്ന കാര്യം അച്ഛനെന്താ എന്നോട് പറയാത്തെ? അങ്ങനെ അവരെ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോയതൊന്നുമല്ല. എനിക്ക് മറ്റൊരു വക്കീലിനെ കാണാൻ വേണ്ടി കോർട്ട് റോഡിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ആ വഴി പോയപ്പോ എന്നാ പിന്നെ നിന്റെ വക്കീലിനെ കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി കണ്ടെന്നേ ഉള്ളൂ. അല്ല, നിന്നോട് ഇതാര് പറഞ്ഞു? അവര് വിളിച്ചിരുന്നോ? ആ, അവര് വിളിച്ചിരുന്നു. എന്നിട്ട് അച്ഛനോട് അവരെന്തു പറഞ്ഞു? അവര് വിളിച്ചെങ്കിൽ പിന്നെ എന്നോട് എന്താ പറഞ്ഞതെന്ന് നീ അറിഞ്ഞു കാണുമല്ലോ. അത് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ ചോദിക്കുന്നേ. എന്റെ വക്കാലത്ത് ഒഴിവാക്കണമെന്ന് അച്ഛൻ എന്തിനാ അവരോട് പറഞ്ഞേ? അവരങ്ങനെ പറഞ്ഞോ? ആ, അതെ. എന്താ, അച്ഛൻ അവരോട് അങ്ങനെ ആവശ്യപ്പെട്ടില്ലെന്ന് പറയാനാണോ? ഹേയ്, ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നു? നോക്കുമാളൂ, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രോപ്പർ ഫോളോ അപ്പ് ഈ കേസിന് ഇല്ലാന്ന് തോന്നി. അല്ലെങ്കിൽ ജോബിനെ കണ്ട് എത്രയും പെട്ടെന്ന് കൺവിൻസ് ചെയ്ത് അയാളെ ഈ ഡിവോഴ്സിന് സമ്മതിപ്പിക്കല്ലേ വേണ്ടത്. അങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ലെന്ന് തോന്നിയതുകൊണ്ടാ താല്പര്യക്കുറവാണെങ്കിൽ ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞോളാം ഞാൻ അവരോട് പറഞ്ഞത്. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? വക്കീലിനെ കണ്ടെത്തിയതും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത് ഞാനല്ലേ? അപ്പൊ ആരെ കൊണ്ട് കേസ് നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ? മാളു, പരിധി കൂടുതൽ സ്വാതന്ത്ര്യം ഞാനും അശ്വതി നിനക്ക് തരുന്നുണ്ടെന്നുള്ളത് നേരാ. അത് നീ അച്ഛാ, എനിക്ക് സ്വാതന്ത്ര്യം തരുന്നതിന്റെയോ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ കണ്ടെത്തി കേസ് പ്രൊസീഡ് ചെയ്ത അഡ്വക്കേറ്റിനെ എന്റെ അനുവാദം ഇല്ലാതെ അച്ഛൻ എന്തിനാ മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ടത്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് തന്നെ